സോ ബാങ്കോക്കിൽ തന്നെ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ഫാഷൻ മോളാണത്. അതിൻ്റെ പേര് പ്ലാറ്റിനം ഫാഷൻ മോൾ എന്നാണ്. ഓൾമോസ്റ്റ് എല്ലാ ട്രെൻഡി ആയിട്ടുള്ള സാധനങ്ങളും അവൈലബിൾ ആണ്. ഈവൻ മൊബൈൽ കേസസ്, മൊബൈൽ കവേഴ്സ്, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ അവൈലബിൾ ആണ്. ഞാൻ കുറേ മറ്റേ പോപ്പ് മാർട്ടിൻ്റെ ലുബൂബുവിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ അറൗണ്ട് 200 to 300 ബാത്താണ് പറയുന്നത്. പക്ഷേ എനിക്കറിയില്ല ഇതിപ്പോൾ ഒറിജിനലാണോന്ന് അറിയില്ല. ഒറിജിനലാണ് കാരണം വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. സോ ലെറ്റ്സ് സീ. എനിക്കൊരു കുറച്ച് ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് വാങ്ങണം. ഇവിടെ കുറേ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഒക്കെ കാണുന്നുണ്ട്, നോക്കട്ടെ. $300 in 3 No, this one 200, this one 250. 200 250. 200, 250 in one price. Oh, only for girls? Huh? Only for girls? Unisex boy. Okay. This one 200 baht. 200 baht. ഇത് ക്രോക്സിൽ വെക്കുന്ന സാധനമാണെന്ന് തോന്നുന്നു. ഇത് ഒരുപാടുണ്ടല്ലോ ക്രോക്സിൻ്റെ. ബാഗുകളൊക്കെ കൊള്ളാലോ. ഡ്രസ്സിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സാധനങ്ങളാണ്. നമ്മുടെ നാട്ടിലൊക്കെ മറ്റേ ഫാഷൻ സ്ട്രീറ്റുകളില്ലേ, ഇപ്പം എങ്ങനെ പറയാ, ബാംഗ്ലൂരിൽ പോയി കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് പോലെ, അല്ലെങ്കിൽ എല്ലാ സിറ്റീസിലും ഉണ്ട് ഇങ്ങനെ കുറേ. അപ്പം അതുപോലത്തുള്ളൊരു ഫാഷൻ മോളാണത്. ഇതെന്തായാലും അത്യാവശ്യം നല്ല വലിപ്പമുള്ള, അത്യാവശ്യം കളക്ഷൻ ഉള്ള, അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ഫാഷൻ മോളാണത്. സോ ഇന്ന് രാവിലെ അറൗണ്ട് 6 മണിക്ക് ഞാൻ ബാങ്കോക്ക് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ബസ് പിടിച്ച് നേരെ ഞാൻ പിൻഡോ എന്ന് പറഞ്ഞൊരു ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട്. ചെക്ക് ഒന്നും ചെയ്തിട്ടില്ല, കാരണം ഇവിടെ എല്ലാം ഹോസ്റ്റലുകളിലും ചെക്ക് ഇൻ ആവുന്നത് 2 മണിക്കാണ്. ഐ ഹാവ് ടു വെയിറ്റ് നൗ. അറൗണ്ട് 12 മണി ആയിട്ടുള്ളൂ. 2 മണിക്കൂറും കൂടി വെയിറ്റ് ചെയ്യണം. സോ ജസ്റ്റ് ഞാൻ ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. അത് കഴിഞ്ഞിട്ട് നേരെ റൂം പോയി ചെക്ക് ഇൻ ചെയ്തിട്ട് ഫ്രഷ് ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യം തീരുമാനിക്കാം. ഇതൊരു സ്കൈ വാക്ക് പോലത്തെ ഒരു പരിപാടിയാണ്. ഇതൊരു സെപ്പറേറ്റ് പ്ലാറ്റ്ഫോമായിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. അതായത് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ റോഡും മേലെ ഈ സ്കൈ വാക്കും, അതിൻ്റെ മേലെയാണ് നമ്മുടെ മെട്രോ. ആൾക്കാർക്ക് ഈ സ്കൈ വാക്കിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അടുത്തുള്ള എല്ലാ സ്ഥലത്തും റോഡ് മുറിച്ച് കടക്കാതെയും ട്രാഫിക്കിൽ പെടാതെയും എല്ലാം ഓരോ സ്ഥലത്തേക്കും എത്തിപ്പെടാൻ പറ്റും. സോ ഇവിടെ ആൾക്കാർ നല്ലോണം യൂസ് ചെയ്യുന്നുണ്ട് ഈ പരിപാടി. നല്ല ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? എല്ലാ സ്ഥലത്തും ഇതുപോലെ പ്ലാന്റ്സ് എല്ലാം വെച്ചിട്ട് നല്ല പക്ക ക്ലീൻ കണ്ടീഷനിലായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും യൂസ് ചെയ്യും. സോ നമ്മുടെ നാട്ടിലൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. നമ്മുടെ നാട്ടിൽ വെള്ളപ്പൊക്കമൊക്കെ വന്നാൽ ഇതിന്റെ മേലെ കയറി നിന്നാൽ മതി.
കുറച്ച് നേരം മോളിൻ്റെ ഉള്ളിൽ ചുമ്മാ കറങ്ങി നടന്നപ്പോൾ തന്നെ മഴ പെയ്യാൻ തുടങ്ങി. നല്ല ഇടിയും മഴയും. മഴയൊന്നും മാറട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പോഴേക്കും നമ്മുടെ ചെക്ക് ഇൻ ടൈമായി 2 മണി. ഞാൻ വേഗം നേരെ തിരിച്ച് ഹോസ്റ്റലിലേക്ക് നടന്നു. ഫ്രഷൊക്കെ ഒന്ന് ചെയ്ത് ഇല്ലെന്ന് റെസ്റ്റ് ചെയ്തു കുറച്ച് നേരം. സോ ഇതാണ് ഇപ്പോൾ ചൈന ടൗൺ. ഇവിടെ ഒരു ചൈനീസ് കമ്മ്യൂണിറ്റി തന്നെ ഉണ്ട്. തായ്ലാൻഡിൽ പല ഭാഗത്തും ചൈനീസ് കമ്മ്യൂണിറ്റി ഉണ്ട് എന്നാണ് അറിഞ്ഞത്. നല്ല രസമാണ് രാത്രി കാണാൻ വേണ്ടിയിട്ട്. എല്ലാം ഇവരുടെ ചൈനീസ് ലാൻഡേൺസും മറ്റേ ആ റെഡ് കളറുള്ള ലാൻഡേൺസ് ഇല്ലേ, എല്ലാ സ്ട്രീറ്റിലും ഉണ്ട്. സോ ലെറ്റ്സ് സീ. ഇപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കണം. കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ തിരിച്ച് ഹോസ്റ്റലിൽ പോകാം.